ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചെന്ന് പറയുന്ന സ്വർണ്ണവാതിൽ സ്ട്രോങ് റൂമിൽ ഇല്ലെന്ന് ദേവസ്വം ബോർഡ് തിരുവാഭരണം മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ 2019 കോടതിയിൽ സമർപ്പിക്കാൻ ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെയൊരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 300 പേജ് വരുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നും രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി മുൻ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറായ RG രാധാകൃഷ്ണൻ സാറിനൊപ്പം നമ്മളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 2019 താങ്കൾ ഒരു ഇൻവെന്ററി ലിസ്റ്റ്, അതായത് ശബരിമലയിലെ തിരുവാഭരണങ്ങളുടെ പൂർണ്ണമായ ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ലിസ്റ്റിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ സ്വർണ്ണവാതിൽ എന്ന് പറയുന്ന അത് കണ്ടിരുന്നോ, അതുണ്ടായിരുന്നു? എന്താണ് താങ്കളുടെ അറിവ്? അതായത് ഈ സ്വർണ്ണവാതിലെന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. അപ്പം വെറുതെ ഒരു പാർട്ടായിട്ട് തടിയാണെങ്കിൽ ഇളക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ ഇത് തടിക്കകത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സാധനമായിരിക്കണം. അങ്ങനെ ഒരു സാധനം ഈ നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ, അതായത് കംപ്ലീറ്റ് സാധനങ്ങളും ഓരോന്നായിട്ട് എടുത്ത് വെയിറ്റ് നോക്കി പാക്ക് ചെയ്ത് അത് തിരിച്ച് അതേപോലെ വെച്ച് അത് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് റെഡിയാക്കി അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു 300 പേജ് വരും. അത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോൾ പ്രസിഡൻറ്റ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡൻറ്റ് പറഞ്ഞു അത് ആധികാരികമായിട്ട് രേഖകൾ കണ്ടിട്ട് ആ സാധനം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ആധികാരികമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സാധനം അവിടെ കാണണ്ടേ? തിരുവാഭരണം സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. ആറന്മുള സ്ട്രോങ് റൂമിൽ ഈ സാധനം ഇല്ലെന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടിട്ടില്ല. ഒന്നുകിൽ അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ കാണണം, അതല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷം ഇത് ആറന്മുള സ്ട്രോങ് റൂമിൽ കൊണ്ടുവയ്ക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഉണ്ട്, നിങ്ങളെടുത്ത് പരിശോധിക്കൂ എന്ന് പറയണ്ടേ? അതുപോലെ ഏതാണ് ഈ ആധികാരിക രേഖ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആധികാരിക രേഖ എന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന ഒരു സ്വർണ്ണ ഉരുപ്പടി വന്നു കഴിഞ്ഞാൽ അതിനൊരു റെസീറ്റ് കൊടുക്കണം. ആ റെസീറ്റ് 3-ാം നമ്പർ രസീത് എഴുതി കൊടുക്കണം. ഇത്ര തൂക്കം, ഇത്ര സാധനം, ഇന്നതാണ് ചേർത്തിട്ടുള്ളത് വന്നെന്ന്. അതിപ്പോൾ ഇനി ദ്വാരപാലകരായിരുന്നാലും ശരി, കതവിൻ്റെ ആയിരുന്നാലും ശരി, മേൽക്കൂരയായിരുന്നാലും ശരി, ഏതിനായിരുന്നാലും റെസീറ്റ് കൊടുക്കണം. അത് മസ്റ്റാണ്. ആ റെസീറ്റ് കൊടുത്താൽ അത് ഒരു എൻട്രി ചെയ്യണം ഒരു രജിസ്റ്ററിനകത്ത്, 2-ാം നമ്പർ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട ഗ്രൂപ്പാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, ഇവിടെ ആകുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതണം ഇത് 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർക്കണമെന്ന്. അങ്ങനെ 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർത്ത് വന്നാൽ മാത്രമേ ഭഗവാന്റെ സ്വത്താവുന്നുള്ളൂ. അങ്ങനെ ഒരു സ്വത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന രേഖകളിൽ ഏത് രേഖയാണ് പ്രസിഡന്റ് കണ്ടത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഇപ്പോൾ ഈ പറയുന്ന 4-ാം നമ്പർ രജിസ്റ്ററിൽ ഈ പറയുന്ന ഒരു വസ്തു രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അവർ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പുള്ളി പറയുന്ന ആധികാരികമായിട്ടുള്ള രേഖ പ്രകാരം ഈ ഡോർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആധികാരികമായ രേഖ ഏതാണ്? അത് പറയണ്ടേ? അപ്പം നമുക്കറിയില്ല, അത് പരിശോധിക്കണം, പരിശോധനാ ഉദ്യോഗസ്ഥർ നോക്കണം. മുൻ തിരുവാഭരണ കമ്മീഷണർ എന്ന നിലയ്ക്ക് താങ്കൾ പറയുന്നത്, താങ്കൾ അതായത് ഈ സ്വർണ്ണവാതിൽ നിർമ്മിച്ച് ശബരിമലയിലേക്ക് നൽകി എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊരു വസ്തു അവിടെ വന്നതായി താങ്കളുടെ പരിശോധനയിൽ വ്യക്തമായിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ പരിശോധന നടത്തിയിരിക്കുന്നത് അതിന് മുമ്പാണല്ലോ ഇത് കൊണ്ടുപോയെന്ന് പറയുന്നത്. 2019 6-ാം മാസത്തിലും കണ്ടാണ് ഇത് കൊണ്ടുപോയെന്ന് ഓർഡർ കൊടുത്തെന്നും പറയുന്നത്. ഞാൻ വരുന്നത് 8-ാം മാസത്തിലാണ്. 8 മുതൽ 12 വരെ, 2019 12-ാം മാസം വരെ ഞാൻ അവിടെ ജോലി നോക്കിയിട്ടുണ്ട്. ഈ കാലയളവിനിടയ്ക്കാണ് ഒരു 2-2.5 മാസം കൊണ്ട് ഈ കംപ്ലീറ്റ് ആളിനെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഇട്ട് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് സ്മിത്ത് ഉൾപ്പെടെ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇട്ട് അതിനെ വെരിഫൈ ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കി ഹൈക്കോടതിയിൽ 300 പേരുള്ള ലിസ്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല എന്ന് വയ്ക്കുക. ശരി, അപ്പോഴില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞെങ്കിലും വരണ്ടേ? ഈ 2019 കഴിഞ്ഞ് ഏകദേശം 5-6 വർഷത്തോളം ആവാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 5-6 വർഷത്തിനകത്ത് ആറന്മുള സ്ട്രോങ് റൂമിൽ ഇത് വരണ്ടേ? 2 വാതിൽ ഒരേ സമയം അയ്യപ്പൻ്റെ നടയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? അപ്പോൾ ഒരു വാതിൽ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ കൊടുത്തു എന്ന് പറയുന്നത് വേറൊരു വാതിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വാതിലെവിടെ? അത് കാണണ്ടേ? അതാണ് ഞാനും പറയുന്നത്. അത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പോൾ ആ വാതിലായിട്ട് തന്നെ ഒന്നുകിൽ എക്സിക്യൂട്ടീവ് ഓഫീസിൽ കാണണം, അല്ലെങ്കിൽ ആറന്മുള സ്ട്രോങ് റൂമിൽ കാണണം. ഇവിടെ രണ്ടിടത്തും ഇല്ല. ഇവിടെ നമ്മുടെ ആറന്മുളയില്ല. ഇനി എക്സിക്യൂട്ടീവ് ഓഫീസിലുണ്ടോ ഇല്ലോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട. ആധികാരികമായ രേഖ പരിശോധിച്ച് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ അതവിടെ കാണണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാണണ്ടേ? അതവിടെ പോയി അല്ലൊരു ഉണ്ടെന്നുള്ള രേഖകളൊന്നും ദേവസ്വം ബോർഡ് പുറത്തു വിടുന്നില്ലെങ്കിൽ അത് പറയണം, അതാ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഈ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇത് ആരെ ഏൽപ്പിച്ചു? എങ്ങനെ? അതിനെന്താ രേഖ? ദേവസ്വത്തിൽ വന്നു എന്ന് പറയുന്നു, അതിനെന്താ രേഖ? രേഖകളൊന്നുമില്ല. അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ് നശിപ്പിക്കപ്പെടാനുള്ളതല്ല. കാലാകാലങ്ങളായിട്ട് 1980 മുതൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന രജിസ്റ്ററാണ്.
അതിനകത്ത് ഈ ഒരു വാതിൽ വച്ചില്ലെന്നോ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ സ്വർണം അതിനകത്ത് എൻട്രി ചെയ്തില്ലെന്നോ വെച്ചാൽ ആ രജിസ്റ്ററിനെ എടുത്ത് നശിപ്പിക്കാൻ ഒക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലുള്ള സ്വർണത്തിൻ്റെ കണക്ക് ആ രജിസ്റ്ററിനകത്തുള്ളതാണ്. ഈ രജിസ്റ്ററും പടിയാണ് എന്ത് സാധനം സ്ട്രോങ് റൂമിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ രജിസ്റ്ററിലെ നമ്പർ നോട്ട് ചെയ്താണ് സ്ട്രോങ് റൂമിലെ മകസർ എഴുതുന്നത്. മകസർ എഴുതുമ്പോഴത്തേക്ക് ഇന്ന ഐറ്റം ഇന്ന ഇത്ര നമ്പറിൽ ഇന്ന ഐറ്റം ഇത്ര ഭാരമുള്ളത് ഇന്ന പാർട്ടുകൾ തിരുവാഭരണം സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവാഭരണം കമ്മീഷണർ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണർ വച്ചിരിക്കുന്നു. അതിന് അസിസ്റ്റന്റ് കമ്മീഷണർ വേണം, ഇപ്പോൾ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണം, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേണം, തിരുവാഭരണം കമ്മീഷണർ, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ സാധനം കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഈ സാധനം അവിടെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ എൻട്രി ചെയ്യാതെ ഇതെങ്ങനെ വയ്ക്കും? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടില്ലേ രജിസ്റ്ററിൽ എൻട്രി ഇല്ലെങ്കിൽ ഇത് വന്നിട്ടില്ല എന്നുള്ളത്. കൃത്യമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്ക് 2019 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണവാതിൽ അതെവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹം പറയുന്നത് ശബരിമലയുടെ സ്ട്രോങ് റൂമായിട്ടുള്ള ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു വസ്തു അദ്ദേഹത്തിൻ്റെ കാലയളവിൽ നടത്തിയിട്ടുള്ള ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നടത്തിയ ഇൻവെന്ററി ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് കൊണ്ടുവച്ചെങ്കിൽ പോലും ആര് കൊണ്ടുവച്ചു, എങ്ങനെ കൊണ്ടുവച്ചു, എപ്പോൾ കൊണ്ടുവച്ചു എന്നതിനടക്കമുള്ള രേഖകൾ പോലും ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലൂടെ മുൻ തിരുവാഭരണം കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ സാറ് ഇപ്പോൾ ജനൻ TV-യിലൂടെ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനുണ്ട് വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഈ ദേവസ്വം ബോർഡ് തിരുവാഭരണം മുൻ കമ്മീഷണറാണ് RG രാധാകൃഷ്ണൻ. അദ്ദേഹം പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടന്ന കാര്യങ്ങൾ അദ്ദേഹം ജനം TV-യോട് പങ്കുവച്ചതാണ്. അത് ഈ ശബരിമല സ്വർണ്ണക്കടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നിരവധി ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്വർണ്ണവാതിൽ എവിടെ പോയി പ്രജിത്ത്? അത് ഇനി പ്രശ്നം വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടി വരും രാഗി. അത്ര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് തോന്നുന്നു. നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതൊക്കെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഒരു ആശങ്കയും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ജനൻ TV-യോട് സംസാരിച്ചത് ഈ വിവാദമായ സ്വർണ്ണവാതിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന, അതായത് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചു എന്ന് പറയുന്ന സ്വർണ്ണവാതിൽ അത് എത്തിച്ചുവെന്ന് പറയുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥൻ RG രാധാകൃഷ്ണനാണ് നമ്മളോട് ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2019 കോടതിയിൽ നൽകുന്നതിന് വേണ്ടി ഒരു ഇൻവെന്ററി ലിസ്റ്റ് നൽകിയിരുന്നു. അതായത് 2012 ജൂലൈ മാസമാണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണ്ണവാതിൽ തുടങ്ങിയിട്ടുള്ള ജോലികളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉത്തരവുകളും അത് പിന്നീട് സമർപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് അതിനെ സംബന്ധിച്ച വാർത്തകൾ നമുക്കറിയാവുന്നതാണ്. 2019 8-ാം മാസം മുതൽ 12-ാം മാസം വരെ ഈ ശബരിമലയിൽ ഏതൊക്കെ ശബരിമലയുടെ സ്ട്രോങ് റൂമിലും അതോടൊപ്പം തന്നെ ശബരിമലയുടെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ എത്രത്തോളം സ്വർണ്ണ ഉരുപ്പടികളുണ്ട്, ശബരിമലയിലെ തിരുവാഭരണങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ട്രോങ് റൂം രജിസ്റ്ററുകളടക്കം കൃത്യമായി പരിശോധിച്ച് എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്നുള്ള ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ, അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഇത്തരത്തിൽ സമർപ്പിച്ചുവെന്ന് പറയപ്പെടുന്ന സ്വർണ്ണവാതിൽ അങ്ങനെ ഒരു വസ്തു താൻ അവിടെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ആ കോടതിയിൽ നൽകിയ 300 പേജുള്ള ഇൻവെന്ററി ലിസ്റ്റിലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ഈ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ശബരിമലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ജയറാമിൻ്റെ അടക്കം വീട്ടിലൊക്കെ വെച്ച് പൂജിച്ചു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന അതേ വസ്തു ശബരിമലയിൽ എത്തിയിട്ടില്ല അക്കാലയളവിൽ എന്ന് പറയുന്നത് അന്ന് ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് പറയുമ്പോഴാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ആറന്മുള സ്ട്രോങ് റൂമാണ് ശബരിമലയുടെ സ്വത്തുക്കളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ശബരിമലയിലെ തിരുവാഭരണങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം. അവിടെ ഇതില്ല എങ്കിൽ എവിടോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ഈ ചില രേഖകളുണ്ട് എന്നൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു എന്ന് പറയുന്നു. എന്ത് രേഖയാണ് എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേത്രത്തിലൊരു ഉരുപ്പടി വന്നാൽ അതിൽ 3-ാം നമ്പർ റെസിപ്റ്റ് കൊടുക്കണം. 3-ാം നമ്പർ റെസിപ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആ റെസിപ്റ്റ് കൊടുത്ത് മാത്രമേ ഈ ഉരുപ്പടി ക്ഷേത്രത്തിലേക്ക്, ശബരിമലയിലാണെങ്കിലും ശരി ക്ഷേത്രത്തിലാണെങ്കിലും ശരി, സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഈ റെസിപ്റ്റ് കൊടുത്താൽ അത് 2-ാം നമ്പറിൽ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. അത് ശബരിമലയുടെ കാര്യം വരുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കൃത്യമായി ഈ 4-ാം നമ്പർ രജിസ്റ്ററിലേക്ക് ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് 2-ാം നമ്പർ രജിസ്റ്ററിൽ ഇത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. തുടർന്ന് 4-ാം നമ്പർ രജിസ്റ്ററിൽ
ഈ വസ്തു ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് ഭഗവാന്റെ സ്വത്തായി മാറുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളുമായും വിവാദങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം 4-ാം നമ്പർ രജിസ്റ്റർ ആകുന്നതും അതുകൊണ്ട് തന്നെയാണ്. 4-ാം നമ്പർ രജിസ്റ്റർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സ്വത്താണ്. അത് ഇതിൽ ഏത് രേഖയാണ് ഉള്ളത് എന്ന് പ്രസിഡന്റ് പറയുന്നത് തനിക്ക് വ്യക്തമാകുന്നില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ശബരിമലയുടെ കാര്യത്തിൽ ഈ തിരുവാഭരണ കമ്മീഷണറായി ജോലി നോക്കിയ അവിടുത്തെ കാര്യങ്ങളിൽ വലിയ നിയന്ത്രണമുണ്ടായിരുന്ന ഇടപെടൽ നടത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇങ്ങനെയൊരു വസ്തു അവിടെ എത്തിയതായി തനിക്കറിയില്ല എന്നുള്ളത്. ഇനി തൻ്റെ കാലയളവിന് ശേഷമാണ് ഇത് എത്തിച്ചതെങ്കിലും തന്നെ അപ്പോൾ തന്നെ എത്ര മാസങ്ങളുടെ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കുന്ന കാലയളവ് ഏതാണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ജയറാം പറയുന്നത് 2019 ആദ്യ കാലത്തുനിന്നൊക്കെയാണ്. എങ്കിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് നമ്മളത്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളത് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനുശേഷവും കൊണ്ടുവച്ചെങ്കിൽ ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയണം, ഏത് സ്ട്രോങ് റൂമിൽ ഇതുണ്ട് എന്ന് പറയണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായ ഒരു ഉത്തരവ് നൽകുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചു നൽകിയെന്ന് പറയപ്പെടുന്ന തിരുവാഭരണത്തിൻ്റെ ഭാഗമാകേണ്ട ശബരിമല അയ്യപ്പൻ്റെ സ്വത്തായി മാറേണ്ട ശബരിമലയിലെ സ്വർണ്ണവാതിൽ താൻ കണ്ടിട്ടില്ല എന്ന് അക്കാലത്തെ തിരുവാഭരണം കമ്മീഷണർ തന്നെ ജനം ടിവിയോട് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാഖി, പ്രജിത്ത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ്. എന്തായാലും അദ്ദേഹം മറ്റൊരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. അഥവാ ഞാൻ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ സ്വർണ്ണവാതിൽ എത്തിച്ചത് എങ്കിൽ അവർക്ക് തീർച്ചയായും അവിടെയുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് പറയാമല്ലോ എന്നൊരു വെല്ലുവിളി അദ്ദേഹം മുന്നിൽ വയ്ക്കുന്നുണ്ട്. ആ ഒരു ധൈര്യം ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുണ്ടോ എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ധൈര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ശബരിമലയിൽ വിജയമല്യ പതിപ്പിച്ച സ്വർണത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ചെന്നൈയിൽ ഈ പൂശാൻ കൊണ്ടുപോയ സ്വർണ്ണത്തെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ മാത്രം ഈ ആരോപണങ്ങളെല്ലാം തള്ളി രക്ഷപ്പെടാനുള്ളൊരു നീക്കം നടത്തുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് കൂടി ആലോചിക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല മറ്റു പലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ജനം ടി വി അടക്കം പുറത്തുവിട്ടത് ആണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുന്നത് എന്നുള്ളൊരു വിഷയവും അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന കാലയളവിൽ ഈ സ്വർണ്ണവാതിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ അറിയാതെ എങ്ങനെ ഒരു സ്വർണ്ണവാതിൽ അവിടെ സമർപ്പിക്കാൻ പറ്റും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന വ്യക്തി തന്നെ പറയുന്നു ഈ സ്ട്രോങ് റൂമുകളിൽ ഇതില്ല എന്നുള്ളത് തൻ്റെ ഉറപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ അവിടുത്തെ ജോലി കഴിഞ്ഞ സമയത്താണെങ്കിലും ശരി, താൻ റിട്ടയർഡ് ചെയ്തതിന് ശേഷമുള്ള സമയത്താണെങ്കിലും ശരി, ഇത് അവിടെ ഇല്ല എന്നുള്ളത് തൻ്റെ ബോധ്യമാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ശബരിമലയിൽ ഈ പറയുന്ന സ്വർണ്ണ ഉരുപ്പടി സ്വർണ്ണവാതിൽ അവിടെ ഉണ്ട് എങ്കിൽ അത് ദേവസ്വം ബോർഡ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയേണ്ടതുള്ളത്. അദ്ദേഹം തീർത്തു പറയുന്ന കാര്യം, ശബരിമലയിലെ സ്വത്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഈ പറയുന്ന സ്വാമി അയ്യപ്പൻ്റെ സ്വത്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഇതില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം ഇത്രയും സ്വർണ്ണത്തിൽ ഇത്രയും വിലപിടിപ്പുള്ളൊരു വസ്തു അത് ശബരിമലയിൽ സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. അവിടെ ഇത് ഇല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ പ്രധാനപ്പെട്ട ചുമതലയുടെ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയുകയാണ്. ഒരു പക്ഷേ ഇനി ശബരിമലയിൽ നിന്ന് ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി ചെമ്പ് പാളി ആയതുമായി മാറിയതുപോലെ ശബരിമലയിലേക്ക് കൊണ്ടുവരേണ്ട സ്വർണ്ണ വാതിൽ ആവിയായി പോയോ എന്നുള്ളത് കൂടി ദേവസ്വം ബോർഡ് വ്യക്തമാക്കേണ്ടതുണ്ട്. വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ശബരിമലയിലെ മുൻ തിരുവാഭരണം കമ്മീഷണർ കൂടിയായിട്ടുള്ള RG രാധാകൃഷ്ണന്റെ താൻ ഇങ്ങനെ ഒരു വസ്തു അവിടെ കണ്ടിട്ടില്ല എന്നുള്ളത്. അതായത് അദ്ദേഹം ജോലി ചെയ്ത കാലയളവ് നമ്മൾ പറയുന്നത് ശബരിമല സ്വർണ്ണക്കടത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ ജനം ടിവിയോട് നടത്തിയത്. ഇത്തരത്തിലൊരു സ്വർണ്ണവാതിൽ ഈ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്